നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 381. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 14-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷ യുജ്യതേ സ്വേന ധർമ്മേണ ജനേ വർണ്ണാശ്രമാത്മകൈഃ. ഒരു ശ്ലോകം കൂടി ഒപ്പം പോകും. 19. തസ്യ രാജ്ഞോ മഹാരാജ ഭഗവാൻ ഭൂതഭാവന പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠോ നിജശാസനേ. ഇങ്ങനെ 2 ശ്ലോകത്തിൻ്റെ ഒന്നായിട്ടാണ് വാക്കാർത്ഥം പറയണത്. അപ്പോൾ യാതൊരുവിൻ്റെ രാജ്യത്തിലും വീട്ടിലും, അതായത് അരമനയിലും വർണ്ണാശ്രമങ്ങളോടുകൂടിയ ജനങ്ങളാൽ ധർമ്മേണ, അതായത് സ്വധർമ്മത്താൽ, അവരവരുടെ ധർമ്മത്താൽ കർമ്മഫലം കൊടുക്കുന്ന ഭഗവാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭഗവാന്റെ ജോലി എന്താ? കർമ്മഫലം കൊടുക്കലാണ്. അവിടെ എക്സ്ട്രാ വല്ലതും വേണം പറഞ്ഞാൽ കിട്ടില്ല. പൂജാരിക്ക് കാശ് കൊടുത്തിട്ടോ ഭണ്ഡാരത്തിൽ കാശ് ഇട്ടിട്ടോ കാര്യമില്ല എന്നർത്ഥം. കൊടുക്കണ്ടെന്നല്ലാട്ടോ പറഞ്ഞത്. ദാനം ധർമ്മം അറിഞ്ഞ് ചെയ്യണം. ദക്ഷിണയാണ് നമ്മൾ പൂജാരിക്ക് കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി പൂജ ചെയ്തതിൻ്റെ ദാക്ഷിണ്യം, അത് അച്ഛനമ്മമാർക്കൊരു ഭാഗം, ആത്മീയതയ്ക്കൊരു ഭാഗം, സ്വജനങ്ങൾക്കൊരു ഭാഗം എന്നൊക്കെ പറയും. ബാക്കി 5-1 നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതറിയാണ്ടാണ് നമ്മളെല്ലാം പൂത്തിവെച്ച് അർത്ഥ കയ്യിൽ ഉപ്പ് തേക്കാതെ കണ്ട് ഒടുക്കം കാലം ചിത്രയിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കും. അത് ശരിയല്ല. അവന് കർമ്മഫലം കൊടുക്കുന്ന ഭഗവാൻ ആരാധിക്കപ്പെടുന്നുവോ? ഭഗവാനെ ആരാധിക്കണം. ഹേ മഹാരാജാവേ, ഭൂതങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശ്വരൻ്റെ ജോലിയാണ് ഭൂതങ്ങളെ സത്കർമ്മനിരതന്മാരായാൽ അവരെ അനുഗ്രഹിക്കും. ജ്ഞാനസ്വരൂപനായ സർവാത്മാവ് ഭഗവാൻ വിശ്വാത്മാന, ജ്ഞാനസ്വരൂപനായ സർവാത്മാവ് തൻ്റെ ശാസനകളിൽ ആർക്ക് അഭിരുചിയുണ്ട് അവരുടെ പക്ഷത്താ ഭഗവാൻ ഉണ്ടാവുക, ഇരിക്കുന്നു. രാജാവിൻ്റെ പേരിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ മഹാരാജാവേ, ഏതൊരു രാജാവിൻ്റെ രാജ്യത്തിലും രാജധാനിയിലും വർണ്ണാശ്രമാദി ധർമ്മങ്ങളെ തെറ്റാതെ ആചരിക്കുന്ന ജനങ്ങൾ അവരവരുടെ ധർമ്മങ്ങളെ കൊണ്ട് ലോകസംരക്ഷാകർത്താവായും സർവഭൂത സമനായും, സർവഭൂത സമൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഭഗവാൻ ചൈതന്യവത്തായിട്ട് നികൃഷ്ട ഉത്കൃഷ്ട ജീവജാലങ്ങളിലുണ്ടെന്നർത്ഥം. ഉത്കൃഷ്ട നികൃഷ്ട ജീവജാലങ്ങളിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? പിന്നെ പറയുന്നു, കർമ്മഫലദാതാവുമായിരിക്കുന്ന ഈശ്വരനെ ആരാധിക്കുന്നുവോ? നിജശാസനത്തെ അനുസരിച്ച് പ്രജാപരിപാലനം ചെയ്യുന്ന ആ രാജാവിനെ കുറിച്ച് ലോകേശ്വരനായ ഭഗവാൻ പ്രസാദിക്കുന്നു. ജനങ്ങൾ അനുഷ്ഠിക്കുന്ന ഈശ്വരാരാധനയുടെ ഫലം രാജാവിനും സിദ്ധിക്കുന്നുവെന്ന് സാരം. 20. തസ്മിം സ്തുഷ്ടേ കിം അപ്രാപ്യം ജഗതാം ഈശ്വരേശ്വരേ ലോകാസപാല ഹേതസ്മൈ ഹരന്തി ബലിം ആദ്യതാം. ലോകങ്ങളുടെ ഈശ്വരനും ഈശ്വരനായിരിക്കുന്ന അവൻ തുഷ്ടനായിരിക്കുമ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ മമതയ്ക്ക് വേണ്ടിയിട്ട്
വഴിപാടുകൾ ചെയ്തോ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തുഷ്ടനായിരിക്കുമ്പോൾ പ്രാപിപ്പാൻ സാധിക്കാതെയുള്ളത് എന്തിരിക്കുന്നു? എന്തു വേണമെങ്കിലും സാധിക്കാമെന്നാണ് പറഞ്ഞത്. എന്നെ പോലെ എനിക്ക് ഒരു കഴിവുമില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ ഭഗവാൻ ശരിയാക്കി തരുന്നുണ്ട്. കാരണം എന്താ? ഭഗവത് സേവ. എണ്ണിയാൽ ഒതുങ്ങാത്തത്ര ആൾക്കാർക്ക് ഈശ്വര മഹിമ പറഞ്ഞു കൊടുക്കുക, അതാണ് എൻ്റെ നിയോഗം. അതിൽ ഞാൻ തക്കാവത്താവണില്ല, അതായത് ക്ഷീണിക്കണില്ല. പ്രോത്സാഹനം, ഭഗവാന്റെ ആരാധന എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ് നിങ്ങളാൽ ചിലർ നന്നായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് കാശ് കൊടുത്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് പാലകന്മാരോടുകൂടിയ ലോകങ്ങൾ ആദരവുള്ളവരായിട്ട് ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് ആദരവ് തന്നെ വരും. ഇവനായിക്കൊണ്ട് പൂജയെ സമർപ്പിക്കുന്നു. ബലി എന്ന് പറഞ്ഞാൽ പൂജ എന്നേ ഉള്ളൂ, അല്ലാണ്ട് കഴുത്ത് വെട്ടലല്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. 14 ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെയും ഈശ്വരനായ ആ ഭഗവാൻ പ്രസാദിച്ചുവെങ്കിൽ 4 പുരുഷാർത്ഥങ്ങളിൽ ഏതൊന്നാണ് ലഭിക്കുവാൻ സാധിക്കാതെയുള്ളത്? മോക്ഷം വേണോ, ധർമാർത്ഥകാമങ്ങൾ വേണോ, ഏത് വേണമെങ്കിലും കിട്ടും. അപ്പോൾ പറഞ്ഞു ആരാധിക്കുന്നുവോ ആ ദേവൻ്റെ ദിക്പാലകന്മാരും സർവ്വലോകങ്ങളും അവരുടെ പ്രവർത്തികൾ കൊണ്ട് യാതൊരു ഭഗവാനെ ആരാധിക്കുന്നുവോ? നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈശ്വരാരാധന ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഈശ്വരാരാധനയായിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഈശ്വരൻ പ്രീതിപ്പെടുകയും. അപ്പോൾ പറഞ്ഞു ആ ദേവൻ്റെ പ്രസാദലാഭം സർവപുരുഷാർത്ഥത്തെയും സാധിപ്പിക്കുന്നതാണെന്ന്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറഞ്ഞതേ. അതിൽ സംശയിപ്പാൻ അവകാശമില്ല, സംശയം ഉണ്ടാവാൻ പാടില്ല. ഇനി 21, 22 വെവ്വേറെ ശ്ലോകങ്ങളാണ്, 4 വരിയാണ്, ശ്രദ്ധിക്കുക. തം സർവലോക അമരയജ്ഞസംഗ്രഹം അമര ദേവന്മാർ അമരയജ്ഞസംഗ്രഹം ത്രൈമയം ദ്രവ്യമയം തപോമയം യജ്ഞൈർവിചിത്രൈരജതോ ഭവായ. വിചിത്രൈ അത്ഭുതം കൂർന്ന കാര്യങ്ങൾ. ഭവായതേ രാജൻ സ്വദേശാനുരോധുമർഹസി. ഹേ രാജൻ, രാജാവേ, സർവലോകങ്ങളിലെയും അമരന്മാരനെയും, അതായത് ദേവന്മാരെയും എന്ന് പറയണോ, ലോക അമരന്മാരെന്നാണ് കേട്ടോ, അമരന്മാർ. അപ്പോൾ പറഞ്ഞു സർവലോകങ്ങളെയും അമരന്മാരെയും ദേവന്മാരെ യജ്ഞങ്ങളെയും തന്നിൽ സംഗ്രഹിച്ചിരിക്കുന്നവനും വേദസ്വരൂപനും. വേദങ്ങൾ അതിൽ അഥർവവേദം കൂട്ടില്ല, ഋഗ്യജുസ്സാമം. അപ്പോൾ വേദസ്വരൂപനും ദ്രവ്യസ്വരൂപനും തമോമയം തപസ്സുകൊണ്ട് കാണാൻ യോഗ്യനുമായിരിക്കുന്ന. അപ്പോൾ ഭഗവാനെ എങ്ങനെയാണ് കാണുക? തപസ്, അതായത് മനസ്സിനെ ചുട്ടു പഴുപ്പിച്ച് മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് അഭിലാഷങ്ങളൊന്നും ഇല്ലാണ്ട്, അഭിലാഷമാവാം, ആഗ്രഹമാവാം, എന്തിലെ ഭഗവാനായിട്ട് സംവാദം ചെയ്യണമെന്നുള്ള ഒരു ത്വരിതുണ്ടായ രക്ഷപ്പെട്ടു. ലൗകികത്തിലെന്ന് പറഞ്ഞാൽ അധപ്പതനായി, അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അവനെ നാനാവിധങ്ങളായ യാഗങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള യാഗങ്ങൾ കൊണ്ട് അങ്ങയുടെ അഭിവൃദ്ധിക്കായി കൊണ്ട് യജിക്കുന്ന സ്വദേശവാസികളെ അനുസരിപ്പാനായി കൊണ്ട് അർഹിക്കുന്നു എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അല്ലയോ രാജാവേ, സർവലോകങ്ങളെയും ദേവന്മാരും യജ്ഞങ്ങളും ബീജത്തിൽ വൃക്ഷമെന്ന പോലെ. എങ്ങനെയാണത്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഈശ്വരാംശമാവണം. ആ ഈശ്വരാംശമായ വിത്ത് പാവിയിലുണ്ടെങ്കിൽ അത് വലിയ ആത്മരാവും. അതാണ് ബീജത്തിൽ വൃക്ഷമെന്ന പോലെ ഈശ്വരനിൽ ഇരിക്കുന്നു. എല്ലാം ഈശ്വരനിലാണ് ഇരിക്കുന്നത്. ലോകങ്ങളെ മര്യാദയിൽ നിന്ന് തെറ്റാതെ സംരക്ഷിക്കുവാൻ ഉപകരിക്കുന്ന മാർഗങ്ങളെ ഉപദേശിക്കുന്ന ഋഗ്ഗാദി ദേവതകൾ ഭഗവാന്റെ ആജ്ഞകളാകുന്നു. ഭഗവാൻ ആജ്ഞാപിക്കുകയാണ്,
നിങ്ങൾ 3 ദേവന്മാർ, ആര്, ഋഗ് യജുസ് സാമം, ഇന്ന ആളെ പോയി സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി. അവർ വന്ന് നമ്മുടെ ശരീരത്തിലാണ് കയറി. എങ്ങനെ? ചിലർ പറയും ആ ഋഗ്വേദം ഒന്ന് പറഞ്ഞു തരുമോ? ഓ ശരി. സാമവേദം, ഓ ശരി. പറഞ്ഞ വിഷയമോ? അതിൽ അധർമ്മം വരില്ല, അതും ശ്രദ്ധിക്കണം. അപ്പോൾ പൂജയ്ക്കായി ഉപയോഗിപ്പാനുള്ള അതാത് ദ്രവ്യങ്ങളായി തീർന്നിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. പൂവാണെങ്കിലും എണ്ണയാണെങ്കിലും ചന്ദനത്തിരയാണെങ്കിലും കർപ്പൂരാണെങ്കിലും നിവേദ്യം വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും എല്ലാം തപസ്സുകൊണ്ട് മാത്രമേ ഈശ്വര ദർശനം സിദ്ധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും. അതായത് മനോമാലിന്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കണ്ണുകൾ 2 ഉണ്ട്, പക്ഷെ മനക്കണ്ണ് ഒന്നേ ഉള്ളൂ. ആ മനക്കണ്ണ് ഇങ്ങോട്ട് തുറന്ന് ഈശ്വരനെ കോണ്ടംപ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം ആണ് ഉണ്ടാവുക. അപ്പോൾ ബഹുവിധങ്ങളായ യാഗാദികൾ കൊണ്ട് അങ്ങയുടെ ദേശവാസികളായ ജനങ്ങൾ ആ ഭഗവാനെ ആരാധിക്കുന്നതിനാൽ അങ്ങയുടെ ഐശ്വര്യം അഭിവൃദ്ധി പ്രാപിക്കും. ആരുടെ? രാജാവിൻ്റെ. അതിനാൽ ദേശവാസികളെ ഈശ്വരാരാധനയിൽ സഹായിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാകുന്നു. അതായത് ഒരു ഗ്രാമത്തലവനുണ്ടെങ്കിൽ ആ ഗ്രാമത്തലവനാണ് എന്ത് ചെയ്യേണ്ടത്? ഈശ്വരപൂജ ചെയ്യാൻ പ്രജകളെ പ്രഷറൈസ് ചെയ്യേണ്ടത്. 22 യജ്ഞേന യുഷ്മത് വിഷയേ ദുജാതി വിദായമാനേന സുരാകലാഹരേ ശിഷ്ടാ സുദുഷ്ടാ പ്രതിശന്തി വാഞ്ചിതം തദ്ദേളനം ന അർഹസി വീരചേഷ്ടിതും എന്ന് പറഞ്ഞു. അതായത് അങ്ങയുടെ രാജ്യത്തിൽ ബ്രാഹ്മണാദികളാൽ ചെയ്യപ്പെടുന്നതായ യാഗത്താൽ നല്ലവണ്ണം പൂജിക്കപ്പെട്ടവരും ഏറ്റവും സന്തോഷിച്ചവരുമായ ഹരിയുടെ അംശഭൂതന്മാരായ ദേവന്മാർ അഭീഷ്ടത്തെ നൽകുന്നു. അപ്പോൾ ഭഗവാനെ, ഈശ്വരനെ നേരിട്ട് പ്രസാദിപ്പിച്ചാൽ മതി. അപ്പോൾ അല്ലയോ ശൂര, അവരുടെ അവമാനത്തെ ചെയ്യുവാനായി കൊണ്ട് അറിയിക്കുന്നില്ല. ദേവന്മാരെ എന്ത് ചെയ്യാൻ പാടില്ല? അവമാനിക്കരുത്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അങ്ങയുടെ രാജവാസികളായ ബ്രാഹ്മണാദികൾ ആചരിച്ചു വരുന്ന യജ്ഞത്താൽ ശാസ്ത്രപ്രകാരം പൂജിക്കപ്പെടുന്ന, ശാസ്ത്രം അറിയണം. ശാസ്ത്രം അറിയില്ലെങ്കിൽ അത് ചെയ്യണതൊക്കെ അപകടമായിട്ട് വരും. ശാസ്ത്രപ്രകാരം പൂജിക്കപ്പെടുന്ന ശ്രീഹരിയുടെ അംശഭൂതന്മാരായ ദേവന്മാർ സന്തുഷ്ടരായിട്ട് അവരുടെയും അധിപതിയായ അങ്ങയുടെയും അഭീഷ്ടങ്ങളെ നൽകുന്നു. അതുകൊണ്ട് ധീരനായ അങ്ങ് ആ യജ്ഞങ്ങളെ നിരോധിക്കുന്നത് ദേവന്മാരെ അവമാനിക്കുകയാകുന്നു. അതിനാൽ അങ്ങയ്ക്ക് നാശം സംഭവിക്കും. രാജാവായ അങ്ങ് ആ വിധം പ്രവർത്തിക്കുന്നത് യോഗ്യമല്ല എന്നൊക്കെ വേനനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ വേനൻ ഉവാച, വേനൻ അതിന് മറുപടി പറയാണ്. 21ാമത്തെ ശ്ലോകം. ബാലിശാബദയൂയം വൈ അധർമ്മേ ധർമ്മമാനിന യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിം ഉപാസതേ. അധർമ്മത്തിൽ ധർമാഭിമാനികളായ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അധർമ്മമാണെന്നാണ് പറഞ്ഞത് വേനൻ. മൂഢന്മാർ തന്നെ കഷ്ടം. യാതൊരുവൻ സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ജാരഭർത്താവിനെ സേവിക്കുന്നു എന്നർത്ഥം. ജാരഭർത്താവ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ആളെയല്ല എന്ന് പറഞ്ഞു. ജാരൻ എന്താണെന്നാ പറയുക, അധപഥ സഞ്ചാരം എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം. അധർമ്മത്തെ ധർമ്മമെന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന നിങ്ങൾ മൂഢന്മാർ തന്നെ കഷ്ടം. അത് ഈ തെറ്റ് ചെയ്യുന്നവർ തെറ്റിനെ ശരിയാക്കാൻ മിടുക്കന്മാരാണ്, അങ്ങനെയുണ്ട്. അപ്പം ധർമ്മമെന്ന് തെറ്റായി ധരിച്ചിരിക്കുന്നു. നിങ്ങൾ മൂഢന്മാർ തന്നെ കഷ്ടം. എല്ലായ്പ്പോഴും വേണ്ടുന്നതെല്ലാം കൊടുത്ത് സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് തൽക്കാല ആവശ്യത്തിനായി അല്പസമയം സ്നേഹിക്കുന്നത് പോലെ ഭാവിക്കുന്ന ജാരഭർത്താവിനെ ഉപാസിക്കുന്ന മൂഢസ്ത്രീകളെന്ന പോലെ നിങ്ങൾ സർവദാ പാലിക്കുന്ന എന്നെ ഭജിക്കാതെ, അദ്ദേഹത്തിന് എന്താ ആവശ്യം? ഈശ്വരനല്ല, ഞാനാണ് നിങ്ങളുടെ ഈശ്വരൻ എന്നാണ് വേനൻ പറഞ്ഞത്. എന്നെ ഭജിക്കാതെ വിഷ്ണുവിനെ ഭജിക്കുന്നത് കൊണ്ട് മൂഢന്മാർ തന്നെ.
അറിവുള്ള നിങ്ങൾക്കും ഈ ഭ്രമം സംഭവിച്ചത് മഹാകഷ്ടം. ഇതെങ്ങനെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ? 24 അവജാനന്ത്യമീ മൂഢാ നൃപരൂപിണമീശ്വരം ന അനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രജാം. രാജസ്വരൂപനായ ഈശ്വരനെ അറിവില്ലാത്ത ഇവർ അപമാനിക്കുന്നു. ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമത്തെ ഒരു കാലത്തും പ്രാപിക്കുന്നില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് ശരിയെന്നാണ് പറഞ്ഞത് അദ്ദേഹം. ഇനി അതിൻ്റെ ഭാവാർത്ഥം: യാതൊരുത്തർ സർവദാ സംരക്ഷിക്കുന്ന രാജസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനെ സേവിക്കാതെ അന്യദേവനെ ഉപാസിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമമുണ്ടാകുകയില്ല. ഇനി 25 കോ യജ്ഞപുരുഷോ എവിടെയാണ്? നാമ യത്രവോ ഭക്തരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതം കുയോഷിതാം എന്ന് പറഞ്ഞു. അതായത് യജ്ഞപുരുഷനെന്ന് സുപ്രസിദ്ധൻ ആകുന്നു യാതൊരുവനിൽ നിങ്ങൾക്ക് ഈ വിധ ഭക്തി ഭർത്തൃസ്നേഹത്തിൽ നിന്ന് എത്രയോ ദൂരത്തിലിരിക്കുന്ന കുൽസിത സ്ത്രീകൾക്ക് ജാരനിൽ എന്ന പോലെ. ഞാനിവിടെ നേരിട്ടിട്ട് ബുദ്ധിമുട്ടി രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ആരാധിക്കാണ്ട് വളരെ ദൂരത്തുള്ള, അതായത് ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വൈകുണ്ഠം വളരെ ദൂരത്താണ്. അവിടെയുള്ള വിഷ്ണുവിനെ നിങ്ങൾ എന്തിനാ ആരാധിക്കണമെന്നാണ് ചോദിച്ചത്. ആ പൊട്ടന് ഇത് മനസ്സിലാവില്ല. തൻ്റെ ഹൃദയഗഹ്വരത്തിൽ ഇരിക്കുന്ന ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ അത് ബ്രഹ്മമാണ് എന്ന് അറിയണില്ല. അവിടെയാണ് ഈ പ്രശ്നം. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്: ലോകത്തിൽ നന്മതിന്മകൾ അപ്പപ്പോൾ ഫലം നൽകുന്ന രാജാവായ എന്നെ ഒഴിച്ച് കർമ്മഫലദാതാവായിട്ട് മറ്റൊരുവൻ ആരാണുള്ളത്? ഇപ്രകാരമുള്ള നിങ്ങളുടെ ഭക്തിക്ക് വിഷയീഭൂതനായിരിക്കുന്നു. ഭർത്തൃസ്നേഹവിഹീനകളായ കുൽസിത സ്ത്രീകൾ ജാരനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ യഥാർത്ഥ പാലകനായ എന്നെ കൂടാതെ, അതായത് ഇവിടെ വേനനെ സംബന്ധിച്ചിടത്തോളം മമതയും അഹങ്കാരവും മുഖമുദ്രയായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് അത് ഇവിടെ പറഞ്ഞു വയ്ക്കാം. വേനൻ സങ്കുചിത ബുദ്ധിയുള്ള ആളാണ്. സങ്കുചിതം. പിന്നെ മമതയും അഹങ്കാരവും. ഇനി 26ഉം 27ഉം ശ്ലോകങ്ങളൊപ്പം പോകും അർത്ഥം പറയാൻ വേണ്ടി. അതെ: വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുര്യമോ രവി പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നിരവാംപതി ഏതേ ച അന്യേ ച വിബുധാ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപ എന്നാണ് ശ്ലോകം. ബ്രഹ്മാവ്, ശിവൻ, സൂര്യൻ, കുബേരൻ, ചന്ദ്രൻ, ഭൂമി, വരുണൻ ഇവരും മറ്റു ദേവന്മാരും അനുഗ്രഹം, നിഗ്രഹം എന്നിവയിൽ സമർത്ഥന്മാർ രാജാവിൻ്റെ ശരീരത്തിൽ ഉണ്ട്. രാജാവ് സകല ദേവസ്വരൂപനാകുന്നു. ഇവിടെ 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. വേനൻ പറയണത് ഒരർത്ഥത്തിൽ ശരിയാണ്, പക്ഷേ വേറൊരർത്ഥത്തിൽ അഹങ്കാരിയാണ്. അപ്പോൾ വേനൻ ശരിക്ക് രാജാവാണെങ്കിൽ ഭഗവാൻ സാമ്രാട്ടാണ് എന്ന് മനസ്സിലാക്കണില്ല. ഭഗവത് ശക്തിയാണ് എൻ്റെ നിങ്ങളുടെയും മനോബലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എൻ്റെയാണ്, ഈശ്വരൻ അതിലൊരു പങ്കില്ല എന്ന് പറഞ്ഞാൽ അവൻ മൂഢനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം: വിഷ്ണു, ബ്രഹ്മാവ്, പരമശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, സൂര്യൻ, മേഘാഭിമാനിദേവനായ പർജന്യൻ, കുബേരൻ, സോമൻ, ഭൂമി, അഗ്നി, വരുണൻ എന്നീ ദേവന്മാരും അനുഗ്രഹിപ്പാനും ശപിക്കുവാനും
പ്രഭുക്കളായിരിക്കുന്ന മറ്റന്യദേവന്മാരും രാജാവിൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് രാജാവ് സർവദേവ സ്വരൂപനാകുന്നു. പക്ഷെ അഹങ്കാരം തീണ്ടാൻ പാടില്ല, അതറിയാണ്ട് പോയി. ഇനി ശ്ലോകം 28. തസ്മാൻ മാം കർമ്മഭിർവിപ്രായ ധ്വം ഗതമത്സരാ ബലിം ച മഹ്യം ഹരതമത്തോ അന്യഗോ അഗ്രഭുക്പുമാൻ. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണരെ, മത്സരം ഉപേക്ഷിച്ചവരായിട്ട് എന്നെ കർമ്മങ്ങളാൽ പൂജിക്കുവിൻ. എനിക്കായിക്കൊണ്ട് ബലിയെയും സമർപ്പിക്കുവിൻ. എന്നിൽ നിന്ന് അന്യൻ ആദ്യം ഭുജിക്കാനുള്ളവൻ ആരാകുന്നു? എന്നേക്കാൾ നേരത്തെ ഭുജിക്കാൻ പ്രസാദിപ്പാൻ ബാധ്യത നിങ്ങൾക്ക് ആർക്കുമില്ല. ഞാനാണ് കേമൻ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, സകല രാജാക്കന്മാരും സർവദേവതാസ്വരൂപമായിരിക്കുന്നത് കൊണ്ട് ഹേ വിപ്രന്മാരെ, നിങ്ങളുടെ രാജാവായിരിക്കുന്ന എന്നെ പൂജിക്കുന്നതിൽ നിങ്ങൾക്കുള്ള മത്സരബുദ്ധിയെ ഉപേക്ഷിക്കുമെന്ന. എനിക്കായിക്കൊണ്ട് ബലിയെ സമർപ്പിക്കുവൻ. ആദ്യം ഭുജിപ്പാൻ യോഗ്യത തികഞ്ഞവൻ എന്നേക്കാൾ മീതെ ആരാനമുണ്ടെങ്കിൽ പറയുവൻ. അത്രയും അഹങ്കാരത്തിന് കയ്യും കാലും വന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി. മനസ്സിലായില്ലേ? അവൻ മൈത്രേയര് വിതുരരോട് പറയാണ്, ഇത്തം വിപര്യം അതി പാപിയാൻ ഉത്പഥം ഗത, പാപിയായിട്ട് മാറി. അനുനീയമാനസ്തദ്യാഞ്ചാം ന ചക്രേ ഭ്രഷ്ടമംഗളാം. മംഗളത്തിൽ നിന്ന് ഭ്രംശിച്ചവനും, മംഗളത്തിൽ നിന്ന് ഭ്രംശിക്കരുത്, താഴെ വീഴരുത്. വിപരീത മാർഗത്തെ സ്വീകരിക്കരുത്. ഉത്പഥം വിപരീത മാർഗത്തെ പ്രാപിച്ചവനും. അത് വളരെ ശ്രദ്ധിക്കണം. എന്ത് പഠിക്കുമ്പോഴും വിപരീത അർത്ഥത്തിൽ പോകരുത്. എന്നിട്ടോ അത്യന്തം പാപിയും വിപരീത ബുദ്ധിയോടുകൂടിയവനുമായ അവൻ അനുനയിക്കപ്പെട്ടവനായിട്ട് അവരുടെ ആജ്ഞയെ ചെയ്തില്ല എന്ന് പറഞ്ഞു. അതായത് ജഗദീശ്വരന് വേണ്ടിയിട്ട് അവൻ ചെയ്യാൻ സമ്മതിച്ചില്ല എന്നർത്ഥം. അവൻ മൈത്രേയൻ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. ഏറ്റവും പാപപ്രവൃത്തികളെ ചെയ്യുന്നവനും വിപരീത ബുദ്ധിയോടുകൂടിയവനും സദാചാരം തെറ്റി നടക്കുന്നവനും മംഗളപ്രവൃത്തികൾ ഇല്ലാതായിരിക്കുന്നവനുമായ ആ വേനൻ ഋഷികളാൽ അനുനയിപ്പിക്കപ്പെട്ടുവെങ്കിലും അവർ ചെയ്തതായ പ്രാർത്ഥനയെ ആദരിച്ചില്ല. അത് വിപരീത ഫലത്തെ അനുഭവിക്കേണ്ടി വരും. 30 ശ്ലോകം 30 എന്താണ്? ഇതി തേ കൃതാസ്തേന ദ്വിജാ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാഞ്ചായാം തസ്മൈ വിദുരചുക്രുദുഹു. അതായത് പണ്ഡിതൻ എന്ന ഭാവത്തോടു കൂടിയ അവനാൽ, എന്നാ പണ്ഡിതനാണോ? അല്ല. ഇപ്രകാരം ധരിക്കപ്പെട്ട അവർ, മനസ്സിലാക്കപ്പെട്ട അവർ, ഹേ വിദുര, അഭിവൃദ്ധികരമായ പ്രാർത്ഥന നിഷ്ഫലമായപ്പോൾ അവനായിക്കൊണ്ട് ക്രോധിച്ചു. ഇത് നമ്മൾ മുഖവലിക്കെടുക്കണം. ഋഷീശ്വരന്മാരൊക്കെ നമ്മളുടെ അടുത്ത് വ്യക്തിഗതമായിട്ട് ക്രോധത്തിനുള്ള ഇടവെക്കരുത്. കാരണം എന്താ? അവർക്ക് അനുഗ്രഹ നിഗ്രഹ ശക്തിവിശേഷമുള്ള ആൾക്കാരാണ്. ഹും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഹുങ്കാരം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, ഹേ വിദുര, തന്നെത്താൻ പണ്ഡിതനെന്ന അഭിമാനമുള്ള വേനൻ, തന്നെത്താൻ പണ്ഡിതനെന്ന അഭിമാനമുള്ള വേനൻ ഇപ്രകാരം മുനിമാരെ അപമാനിച്ചു. വേനൻ്റെ ഐശ്വര്യാധിപൃത്തിക്ക് കാരണമായ അവരുടെ പ്രാർത്ഥനയെ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ അവർ അവൻ്റെ നേരെ ക്രോധിച്ചു. ഇനി 31 ഹന്യതാം യേഷാ പാപ പ്രകൃതിദാരുണ. പ്രകൃതിക്ക് കൂടി ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ എന്നർത്ഥം പറയും. ജീവൻ ജഗതസാവാശു കുരുതേ ഭസ്മസാധ്രുവം
സ്വഭാവത്താൽ തന്നെ ഭയങ്കരനും അതിപാപിയുമായ ഇവൻ ഹനിക്കപ്പെടണം. ജീവിക്കുന്നതായാൽ ഇവൻ ലോകത്തെ വേഗത്തിൽ ഭസ്മമാക്കും നിശ്ചയം എന്ന ഒരു റെസൊല്യൂഷനിലെത്തിയവർ എല്ലാവരും. ഇവനെ നമുക്ക് തട്ടിക്കളയാൻ പറ്റില്ല. ഇവൻ ലോകരക്ഷകനല്ല. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയുന്നത്. ചില മുനിമാർ മറ്റു മുനിമാരോട് പറയുന്നു, ജന്മന ക്രൂരനും പാപിയുമായ ഇവനെ ഹനിക്കുവിൻ. കാരണം അങ്ങനത്തെവരെ വെച്ച് പൊറിപ്പിക്കരുത്. ഹനിക്കുവിൻ. ഇവൻ ജീവിച്ചിരിക്കുന്ന പക്ഷം ഇവൻ്റെ ദുരാചാരാഗ്നി കൊണ്ട് കാലതാമസം കൂടാതെ ലോകത്തെ ഇവൻ ഭസ്മമാക്കും നിശ്ചയം. അപ്പോൾ ഓരോ അസുരന്മാരും രാക്ഷസന്മാരും ഭഗവാനാൽ മോക്ഷം കൊടുക്കുമ്പോൾ ഈ ഒരു മാനദണ്ഡമാണ് നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 32ാമത്തെ ശ്ലോകം. ന അയം അർഹത്യസ്തവൃത്തോ നരദേവവരാസനം യോ അതിയജ്ഞപതിം വിഷ്ണും വിനിന്ദ. ഒരു മിനിറ്റ് കേട്ടോ. ന അർഹതി അവിടെ അതാ. ന അയം അർഹത്യസദ്വൃത്തോ നരദേവവരാസനം യോ അതിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യൻ അനപത്രവ. യാതൊരുവൻ അതിയജ്ഞപതി എന്നാണ്. അപ്പോൾ യജ്ഞാധിഷ്ഠാതാവും പാലകനുമായ വിഷ്ണുവിനെ ലജ്ജാഹീനനായിട്ട് വിശേഷേണ നിന്ദിക്കുന്നു. സദ്വൃത്തനല്ലാത്ത ഇവൻ രാജാവിൻ്റെ ശ്രേഷ്ഠമായ ആസനത്തെ അർഹിക്കുന്നില്ല. ഇതാരെടുത്ത തീരുമാനമാണ്? ഋഷീശ്വരന്മാരാരാ? വേദജ്ഞന്മാരാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, സകല യജ്ഞങ്ങളുടെ അതിദേവതയും സർവലോകപാലകനുമായ ശ്രീ വിഷ്ണുവിനെ ലജ്ജ കൂടാതെ യാതൊരുവൻ നിന്ദിക്കുന്നുവോ, ദുർവൃത്തനായ ഈ വേനൻ രാജാവിൻ്റെ ഉത്കൃഷ്ടമായ ആസനത്തിൽ വസിപ്പാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അടുത്തത് 33ാമത്തെ ശ്ലോകം. കോ വൈനം പരിചക്ഷിത വേനം ഏകം ഹൃദേ അശുഭം. ഹൃദേ കോ വൈനം പരിചക്ഷിത വേനം ഏകം ഹൃദേ അശുഭം പ്രാപ്തം ഈദൃശം ഐശ്വര്യം യദനുഗ്രഹഭാജന എന്നാണ്. അതാണ് യദനുഗ്രഹഭാജന. യാതൊരുവൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ട്, വെറുതെ രാജാവാന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് കഴിവ് കൊടുക്കുന്നത്. പക്ഷേ ഈശ്വരനെ നിന്ദിക്കാൻ പാടില്ല. അങ്ങനത്തെ വരെ ഈ വിധം ഐശ്വര്യം പ്രാപിക്കപ്പെട്ടുവോ ഇവനെ ശുഭാചാരഹീനനായ, ശുഭമായ ആചാരത്തെ ചെയ്യാത്തവനായ വേനൻ ഏകനെ കൂടാതെ ഏതൊരുവൻ നിന്ദിക്കും. മഹാവിഷ്ണുവിനെ വേനൻ നിന്ദിച്ചു എന്നല്ലാതെ കണ്ട് വേറൊരാൾ നിന്ദിക്കാൻ മുതിർന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥാണ്, ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇപ്രകാരമുള്ള ഐശ്വര്യം സിദ്ധിച്ചുവോ ആ ഭഗവാനെ പാപസ്വരൂപനായ വേനൻ ഒരുവനല്ലാതെ മറ്റാരെങ്കിലും ഈ വിധം നിന്ദിക്കുമോ എന്നാണ് വ്യാസർ ചോദിച്ച ചോദ്യം. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.